ഹലോ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എൻജിനീയറിംഗ് S2 പേപ്പറിലെ തേർഡ് ചാപ്റ്ററാണ്. VRCയിലെ തേർഡ് ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് 2 ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഹോമോജീനിയസും ദെൻ സെക്കൻഡ് വൺ നോൺ ഹോമോജീനിയസ്. ഓക്കെ, ഇവിടെ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസിൻ്റെ സൊല്യൂഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RHSനകത്ത് 0 വരിക. ഹോമോജീനിയസിലാവുമ്പോൾ RHS റൈറ്റ് സൈഡിൽ 0 വരും. നോൺ ആവുമ്പോൾ RHS നോൺ 0 ആയിരിക്കും. ഓക്കെ, ഇനി ഹോമോജീനിയസിൻ്റെ സൊല്യൂഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് YH എന്നാണ്. വൈക്കാണ് ഇവിടെ സൊല്യൂഷൻ എഴുതുക. അപ്പോൾ അതിൽ ഹോമോജീനിയസിൻ്റെ H കൂടെ ചേർത്ത് YH. നോൺ ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ ഈ YH പ്ലസ് പിന്നെ വരുന്ന ഒരു YP ആണ്. പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്നാണ് അതിനെ പറയുക. ഓക്കെ, YH പ്ലസ് YP. ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായി റൈറ്റിൽ 0 ആണ്. y" മൈനസ് y ഈക്വൽ ടു 0. y" റെപ്രസെൻറ്റ് ചെയ്യുന്നത് d²y/dx²നെയാണ്. y തന്നെയാണ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ d²/dx²ന് ക്യാപിറ്റൽ D² പുട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ d/dxന് d ആണ് കൊടുക്കുക. ഓക്കെ, സോ ഇക്വേഷൻ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, y നമ്മൾ എടുത്തിട്ടില്ല. d²/dx² മാത്രമാണ് ക്യാപിറ്റൽ D² കൊടുക്കുന്നത്. അങ്ങനെ d²y മൈനസ് y ഈക്വൽ ടു 0 എന്നായി. ദെൻ നെക്സ്റ്റിന് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് y കോമൺ എടുത്തു കഴിഞ്ഞാൽ d² മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഇപ്പോൾ y ആണ് വേരിയബിൾ, yക്കാണ് നമ്മളൊരു സൊല്യൂഷൻ എഴുതുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഇക്വേഷന് ഈക്വൽ ടു 0 കൊടുത്ത് എഴുതുക. d² മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് അറിയാം. d² ഈക്വൽ ടു 1, ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോൾ -1 + 1 ആയി. ദെൻ d ഈക്വൽ ടു സ്ക്വയർ മാറ്റുകയല്ലേ, സോ +or-1 √1 എന്ന് കിട്ടും. √1 തന്നെയാണ് അങ്ങനെ ആൻസർ. +or-1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ സൊല്യൂഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ നോക്കിയിട്ടാണ് സൊല്യൂഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ ആ ടേബിളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ടേബിളിനകത്ത് നോക്കിയേ, ഇവിടെ കിട്ടുന്ന റൂട്ട് അനുസരിച്ചാണ് നമ്മൾ ഇനി ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ എഴുതാൻ പോകുന്നത്. റൂട്ട് റിയലും ഡിഫറൻറ്റും ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു M1 M2 M3 3 റൂട്ട് നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൊല്യൂഷൻ എഴുതുന്നത് C1 e⁻m1x + C2 e⁻m2x + C3 e⁻m3x. ഇനി റൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര കൊടുത്ത് ഇതേ ഫോർമാറ്റിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് ചേഞ്ച് ആവുന്നത് ഓരോ ക്വസ്റ്റ്യനിലും M1 M2 M3 ആണ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. C1 C2 C3 ഒക്കെ കോൺസ്റ്റൻസുകളാണ്. ദെൻ ഈക്വൽ റൂട്ടാണ് വരുന്നതെങ്കിൽ, അതായത് 2 ഈക്വൽ റൂട്ട് വരികയാണ്. M1ഉം M2ഉം ഈക്വലായി, സോ നമുക്ക് M എന്ന് വിളിക്കാം. പിന്നെ ഒരു റൂട്ടുണ്ട് M3, അത് ഇവരിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ C1 പ്ലസ് XC2 ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ഒരു x ചേർത്ത് കൊടുക്കുക. ദെൻ ആ കോമൺ റൂട്ട് MX. ഇനി പ്ലസ്, അപ്പോൾ 2 ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇത്ര മതി. ദെൻ നമുക്കൊരു M3യും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലസ് MC3 e⁻m3x എന്നുകൂടി എഴുതുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് സെക്കൻഡ് ആയിട്ട് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ 3 റൂട്ടും ഈക്വൽ ആണ്. ആ 3 റൂട്ടും M എന്ന് നമുക്ക് വിളിക്കാമെങ്കിൽ C1 പ്ലസ് XC2 പ്ലസ് x² C3 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം C1 then plus XC2 plus x² C3 e⁻mx. ഇനി നമുക്ക് ഒരു ടൈപ്പ് ഓഫ് റൂട്ട് കൂടെ വരാം, കോംപ്ലക്സ് റൂട്ട് ഓർ ഇമാജിനറി റൂട്ട്. അപ്പോൾ കോംപ്ലക്സ് റൂട്ട് ഓർ ഇമാജിനറി റൂട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഫോമിലായിരിക്കും വരിക, α ± i β, റിയൽ പാർട്ട് ആൽഫ, ഇമാജിനറി പാർട്ട് ബീറ്റ. അങ്ങനെ വന്നാൽ നമ്മുടെ സൊല്യൂഷൻ എഴുതുക YH ഈക്വൽ ടു e⁻αx C1 cos βx പ്ലസ് C2 sin βx. ആൽഫ ഇവിടെ കൊടുക്കുക, ഇവിടെ രണ്ടും ബീറ്റയാണ്. ഫസ്റ്റ് കോസ് ദെൻ സൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ സൊല്യൂഷൻ ഇതിലേത് വരും എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടേബിളിലുള്ള ഫസ്റ്റ് റോ അല്ലേ ഇവിടെ നോക്കേണ്ടത്, ഡിസ്റ്റിങ്ക്റ്റും റിയലും ആണ് കിട്ടിയേക്കുന്നത്. ഒന്ന് +1 ഒന്ന് -1. അപ്പോൾ M1 1 എന്നും M2 -1 എന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സൊല്യൂഷൻ എഴുതാം.
y ഈക്വൽ ടു, ഇപ്പോൾ സൊല്യൂഷൻ എപ്പോഴും y ആ എഴുതുക കേട്ടോ. y ഈക്വൽ ടു C1 e⁻m1x പ്ലസ് C2 e⁻m2x. ഓക്കെ, അതായത് വാല്യൂ കൂടെ കൊടുത്തെഴുതുക. ഇവിടെ -1 +1 ഒക്കെ m1 ആയിട്ട് എടുക്കാം കേട്ടോ, അതിലൊന്നും പ്രശ്നമില്ല. YH ഹോമോജീനിയസ് സൊല്യൂഷൻ YH ഈക്വൽ ടു C1 e⁻x പ്ലസ് C2 e⁻−x. ഓക്കെ, താങ്ക് യു.